പ്രോസിക്യൂട്ടർ പ്രതികരിക്കുന്നു. വളരെ സജീവമായ പ്രവർത്തനത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി നടന്നിട്ടുള്ള കൊലപാതകമാണിത്. PFI ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചില്ല ഇല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഭാരതത്തിൽ ആവർത്തിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി നിയമവിദഗ്ധർ, പ്രിയപ്പെട്ട പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിൻ്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിധി ഈ കുറ്റക്കാരാണ്, ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. യാതൊരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ പ്രതികരിച്ചത് BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്, പ്രോസിക്യൂട്ടർ അല്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബാംഗങ്ങളും വിധി പ്രസ്താവത്തോട് പ്രതികരിക്കുകയുണ്ടായി. 15 പ്രതികളും കുറ്റക്കാർ എന്നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 1 മുതൽ 8 പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. 9 മുതൽ 15 പ്രതികൾ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചനയുടെ ഭാഗമായി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്, ഈ കുറ്റമെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കും.